ദുബായിൽ വ്യാജ ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി. ഈ വർഷം മൂന്നാം വാരത്തിൽ ദുബായിലെ 157 ഫ്ളാറ്റുകളിൽ നിന്നും വെയർഹൌസുകളിൽ നിന്നുമായി 1.2 കോടി ദിർഹം വിലമതിക്കുന്ന വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ദുബായ് സാമ്പത്തിക വികസന വകുപ്പ് ഡയറക്ടർ ഇബ്രാഹിം മേസാദ് അറിയിച്ചു. 3.5 ലക്ഷത്തോളം വ്യാജ ഉൽപ്പന്നങ്ങളാണ് കണ്ടെടുത്തത്. തുകൽ, ബാഗ്, വാച്ച് തുടങ്ങിയ സാമഗ്രികളാണ് പ്രധാനമായും പിടികൂടിയത്. വ്യാജ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിയാൻ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കാൻ സാമ്പത്തിക വികസന വകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കുട്ടികളെ മാതാപിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന് ദുബായ് പോലീസ്. കുട്ടികളെ രക്ഷിക്കാൻ നിരീക്ഷണം വേണം. അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണം. അപരിചിതരുമായി ഇടപഴകുന്നതിനെതിരായി കുട്ടികളെ ബോധവൽക്കരിക്കണം. ഏതെങ്കിലും സംശയകരമായ സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്നാൽ രക്ഷിതാക്കളോടും സ്കൂൾ അധികൃതരോടും അതേക്കുറിച്ച് പറയണം. നഗരത്തിലെ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന 2 കുട്ടികളെ തട്ടിയെടുക്കാൻ കാർ ഡ്രൈവർ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വിവിധ വിദ്യാലയങ്ങൾ രക്ഷിതാക്കൾക്ക് സർക്കുലർ അയച്ചിരുന്നു. കുട്ടികളെ നിരീക്ഷിക്കണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു സർക്കുലർ. കുട്ടികളോട് അപരിചിതരുമായി ഇടപഴകരുതെന്നും സ്കൂൾ അധികൃതർ അഭ്യർത്ഥിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ദുബായ് പോലീസ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. ദുബായ് സുരക്ഷിത നഗരമാണെന്നും പൊതുജനങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഭയക്കേണ്ട കാര്യമില്ലെന്നും പോലീസ് അധികാരികൾ വ്യക്തമാക്കി. സന്ദർശക വിസയിൽ കുവൈറ്റിൽ എത്തുന്നവർക്കായി ആരോഗ്യ ഇൻഷുറൻസ് തുക ഈടാക്കാൻ ആലോചിക്കുന്നതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഖാലിദ് അൽ സഹലായി അറിയിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച കൂടിയ പാർലമെന്റ് മീറ്റിംഗിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. കുവൈറ്റിൽ സന്ദർശക വിസയിൽ എത്തുന്ന പലരും ആശുപത്രികളിലെ സൗജന്യ സേവനം ഉപയോഗപ്പെടുത്തുന്നത് കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി. ഇതുപ്രകാരം ഇൻഷുറൻസ് തുക വിമാന ടിക്കറ്റിന്റെ കൂടെ തന്നെ അടയ്ക്കേണ്ടി വരുമെന്നാണ് നിർദ്ദേശം. അതല്ലെങ്കിൽ കുവൈറ്റിലിറങ്ങുന്ന പ്രവേശന കവാടങ്ങളിൽ തുക അടക്കാമെന്ന മറ്റൊരു നിർദ്ദേശവുമുണ്ട്. സൗദിയിൽ ഒരു മാസം നടക്കുന്നത് 50,000-ഓളം റോഡ് അപകടങ്ങൾ. ഇതിൽ മരണമടയുന്നത് കൂടുതലും യുവാക്കളെന്നും റിപ്പോർട്ട്. സൗദിയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചത് റിയാദിലെന്നും റിപ്പോർട്ട്. മാസത്തിൽ ശരാശരി 49,889 റോഡപകടങ്ങൾ സൗദിയിൽ നടന്നതായി റിപ്പോർട്ട്. ഈ അപകടങ്ങളിൽ 7% പേർ മരണപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. സൗദിയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ അപകടം സംഭവിച്ചത് റിയാദിലാണ്. റിയാദ് മേഖലയിൽ 16,099 അപകടങ്ങളാണ് സംഭവിച്ചത്. തൊട്ടുപിന്നിൽ മക്ക പ്രവിശ്യയാണ്. 11,472 അപകടങ്ങൾ. കിഴക്കൻ പ്രവിശ്യയിലും അസീർ മേഖലയിലും മാസത്തിൽ ശരാശരി 6,735 അപകടങ്ങൾ സംഭവിച്ചു. ഗസീമിൽ 2,253 അപകടങ്ങളാണ് സംഭവിച്ചത്. അപകടം കുറഞ്ഞ മേഖല നജ്റാനിലാണ്. 283 അപകടങ്ങൾ സംഭവിച്ചു. അൽബാഹയിൽ 389-ഉം ഹായിൽ 677 അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. 2015 സൗദിയിൽ ശരാശരി 665 പേർ റോഡപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. 2,973 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സൗദിയിൽ സംഭവിക്കുന്ന റോഡപകടങ്ങളിൽ വർഷത്തിൽ 50 മില്യൺ റിയാലിന്റെ നഷ്ടം സംഭവിക്കുന്നതായി ദമാം യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ നജാഹ് അൽ ഗർ ആവി പറഞ്ഞു. അമിതവേഗതയും അശ്രദ്ധയുമാണ് സൗദിയിൽ അപകടങ്ങൾ പെരുകുന്നതിന് കാരണമാവുന്നത്. റോഡപകടങ്ങൾ കുറയുന്നതിന് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യണം. റോഡപകടങ്ങളിൽ മരണപ്പെടുന്നത് കൂടുതലും യുവാക്കളാണ്. ഇത് കണക്കിലെടുത്ത് യുവാക്കൾക്കിടയിൽ വ്യാപകമായ ബോധവൽക്കരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദമാം. UAE ഫെഡറൽ നാഷണൽ കൗൺസിൽ സ്പീക്കറായി ഡോക്ടർ അമൽ അൽ ഗുബൈസി തെരഞ്ഞെടുക്കപ്പെട്ടു. അറബ് ലോകത്തെ നിയമ നിർമ്മാണ സഭകളിൽ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ഡോക്ടർ അമൽ അൽ ഗുബൈസി. 40-അംഗ FNCയിൽ മൊത്തം 9 സ്ത്രീകളാണുള്ളത്. സൗദിയിലെ അറാറിലുണ്ടായ ശക്തമായ മഴയിൽ അറാറിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി. മഴയിലും കാറ്റിലും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ 2 ആഴ്ച മുൻപും കനത്ത മഴ പെയ്യുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മഴ അടുത്ത 2 ദിവസത്തിനുള്ളിൽ വീണ്ടും കനക്കാൻ സാധ്യതയുണ്ടെന്നും ദീർഘദൂര യാത്രകളും മറ്റും ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആതുര ശുശ്രൂഷ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കുവൈറ്റിൽ പ്രവർത്തനം തുടങ്ങിയതിന്റെ 7ാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസ്കൗണ്ടുകളും കുവൈറ്റിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 5 മലയാളികൾക്ക് സ്ഥലം ഉൾപ്പെടെ വീടും പാവപ്പെട്ട 5 പേർക്ക് ജീവനോപാധി എന്ന നിലയിൽ ഓട്ടോറിക്ഷയും നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഡോക്ടർ KT റബിയുല്ല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർഷിക ദിനമായ 27-ന് ഫർവാനിയ ബ്രാഞ്ചിൽ പരിശോധനാ ഫീസ് ഈടാക്കില്ല. ഡിസ്കൗണ്ട് കൂപ്പൺ പ്രകാശനം മാധ്യമപ്രവർത്തകൻ PC ഹരീഷ് നൽകിയും ടാക്സി ഡ്രൈവർമാർക്കുള്ള ഡിസ്കൗണ്ട് കൂപ്പൺ മലയാളി മീഡിയ ഫോറം ജനറൽ കൺവീനർ അബ്ദുൽ ഫത്താഹ് തയ്യിൽ നൽകിയും പ്രകാശനം ചെയ്തു. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിന്റെ കുവൈറ്റ്
യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സിദ്ദിഖ് വലിയകത്തിനെ നിയമിച്ചതായും അദ്ദേഹം അറിയിച്ചു. സൺ സിറ്റീസ് പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന റിയാദ് തട്ടകം നാടകവേദിയുടെ നാടകം നുകം അടുത്ത മാസം അരങ്ങിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുരേഷ് ബാബു ശ്രീസ്ത രചനയും മനോജ് നാരായണൻ സംവിധാനവും ചെയ്യുന്ന നാടകം അടുത്ത മാസം 4-ന് റിയാദിലാണ് അരങ്ങേറുക. ഇതിനോടൊപ്പം മനോജിന്റെ രചനയിലും സംവിധാനത്തിലും 50ഓളം കുട്ടികൾ അഭിനയിക്കുന്ന മലയാളം കാണാൻ വായോ എന്ന നാടകവും പ്രേക്ഷകരുടെ മുമ്പിലെത്തും. കഴിഞ്ഞ വർഷം ടിപ്പുവിന്റെ യഥാർത്ഥ ചരിത്രം അവതരിപ്പിച്ച് ഗൾഫ് പ്രവാസ ചരിത്രത്തിൽ ഇടം നേടിയ തട്ടകം സാമൂഹിക പ്രസക്തിയുള്ള വിഷയമാണ് ഇത്തവണ അരങ്ങിലെത്തിക്കുന്നത്. നവോദയ ദമ്മാം ബാദിയ കുടുംബവേദി വിജ്ഞാനോത്സവവും ശിശുദിനവും സംഘടിപ്പിച്ചു. ബാലവേദി കൺവീനർ ഥാന ഹമീദ് അധ്യക്ഷനായിരുന്നു. പരിപാടി കിഴക്കൻ പ്രവിശ്യയിലെ കുട്ടികളിലെ പ്രശസ്ത ഗായിക കല്യാണി രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു. 25-ലധികം കൊച്ചുകുട്ടികൾ പങ്കെടുത്ത വിവിധ പരിപാടികളും അരങ്ങേറി. ദമ്മാം വനിതാ തർഹീലിൽ നിന്നും ഒരു മറാത്തി വനിത നവയുഗം സാംസ്കാരിക വേദിയുടെയും സൺഷൈൻ സ്കൂളിന്റെയും സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങി. മുംബൈ സ്വദേശിനി സുലേഖ ഇമ്രാനാണ് ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലേക്ക് പോയത്. 32 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന നവോദയ സാംസ്കാരിക വേദി ദമാം ടൗൺ കമ്മിറ്റി അംഗവും സിറ്റി യൂണിറ്റ് സെക്രട്ടറിയുമായ വിജയരാഘവന് യാത്രയയപ്പ് നൽകി. മനോഹരൻ പുന്നക്കലിന്റെ അധ്യക്ഷതയിൽ ടൗൺ ഏരിയ ഉപഹാരം ഏരിയ സെക്രട്ടറി സുരേഷ് അലനെല്ലൂരും, മേഖലയുടെ ഉപഹാരം സെക്രട്ടറി നൌഫൽ വിളിയങ്കൂടും, യൂണിറ്റിന് ഉപഹാരം ട്രഷറർ ഷൈൻ പനേറിയും സമ്മാനിച്ചു. നവയുഗം സാംസ്കാരിക വേദി അൽ ഹസ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൂനിലാവ് 2015 എന്ന പേരിൽ സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുന്നു. കഥാകൃത്ത് ജോസഫ് ഫൊദരിങ്കൽ, അൽ ഹസയിലെ മലയാള വിഭാഗം ഇസ്ലാമിക പ്രബോധകൻ നാസർ മദനി എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. VM സുധീറിനെതിരെ പരാതിയുമായി രമേശ് ചെന്നിത്തല ദില്ലിയിൽ ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം KPCC നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് ചെന്നിത്തല ഹൈക്കമാൻഡ് വൃത്തങ്ങളെ അറിയിച്ചു. വിമത പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനിയും വിലയിരുത്തും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ജില്ലകളിൽ നിന്നുള്ള നേതാക്കന്മാരെ വിളിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വിലയിരുത്തി എന്തെല്ലാം കാരണങ്ങളുണ്ട്, പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് വിലയിരുത്തി അത് പരിശോധിച്ച് സർക്കാരിലും പാർട്ടിയിലും ചെയ്യേണ്ട തിരുത്തലുകൾ വരുത്തി പാർട്ടിയെ, ഗവൺമെൻറ്റിനെയും UDFനെയും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ദേശം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വെള്ളാപ്പള്ളിയുടെ രഥയാത്ര വർഗീയ പ്രീണനത്തിനെന്നും കോടിയേരി. കേരളം ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി DYFI സംഘടിപ്പിക്കുന്ന സെക്യുലർ മാർച്ചിന്റെ തെക്കൻ മേഖല മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരു സാമൂഹിക വിപ്ലവത്തിന് തുടക്കമിട്ട അരുവിപ്പുറത്തെ മണ്ണിൽ നിന്നാണ് കേരളം ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി DYFI സംസ്ഥാന പ്രസിഡന്റ് TV രാജേഷ് നടത്തുന്ന സെക്യുലർ മാർച്ചിന്റെ തെക്കൻ മേഖലാ ജാഥയ്ക്ക് തുടക്കമായത്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ അവഗണിക്കുന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ചാട്ടവാറുകൊണ്ട് അടിക്കുമായിരുന്നുവെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ SNDP യോഗം വിസ്മരിച്ചിരിക്കുകയാണ്. ജാതി ചോദിക്കരുത് എന്ന് ഗുരു പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു ജാതി ചോദിക്കണം. ജാതി ആരാണ്, ഇത് ഏത് ജാതിയിൽപ്പെട്ടവനാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജാഥ നടത്തുകയാണ്. ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളാപ്പള്ളി നടേശനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുമായിരുന്നില്ലേ എന്ന് നിങ്ങൾ ഓർക്കണം. ശ്രീനാരായണ ഗുരു ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളാപ്പള്ളി നടേശൻ യാത്ര പുറപ്പെടുന്ന യാത്ര അതിന് മുമ്പിൽ നിന്നുകൊണ്ട് ഗുരു പറയുമായിരുന്നു നടേശ ഈ യാത്ര വേണ്ട. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ RSSന് എന്ത് അധികാരമാണുള്ളതെന്നും കോടിയേരി ചോദിച്ചു. ഹിന്ദു വർഗീയത പ്രചരിപ്പിക്കുന്ന യാത്രയാണ് വെള്ളാപ്പള്ളി നടേശന്റേതെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അപ്പൊ ഹിന്ദു വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള RSSന്റെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്, രഥയാത്രയാണ് അവർ പുറപ്പെടാൻ പോകുന്നത്. രഥയാത്ര എന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? അന്നൊക്കെ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്വാനിയാണ് കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് 2 രഥയാത്രകൾ സംഘടിപ്പിച്ചത്. ആ 2 രഥയാത്രകളും ചെന്ന് അവസാനിപ്പിച്ചത്
കലാപത്തിലായിരുന്നു. ഇന്ന് ഈ വെള്ളാപ്പള്ളി നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ രഥയാത്ര ഈ തിരുവനന്തപുരത്തെത്തുമ്പോൾ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ പിടിച്ചു കെട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഥയാത്രകൾ ഉരുണ്ട് ഈ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. SNDP യോഗം ശ്രീനാരായണ ഗുരുവിനെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചാൽ ശ്രീനാരായണീയർ അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന കാലം വിദൂരമല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഗ്രാമ ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിൽ LDF ആധിപത്യം. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 564 LDF ഭരിക്കും. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 90-ലും 86 മുനിസിപ്പാലിറ്റികളിൽ 44-എണ്ണത്തിലും LDF ഭരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളെ നിശ്ചയിച്ചപ്പോൾ LDF-ന് സമ്പൂർണ്ണ ആധിപത്യം. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 564 ഇടങ്ങളിലും LDF അധികാരത്തിലേറി. 332 ഗ്രാമപഞ്ചായത്തുകളാണ് UDF നേടിയത്. 14 പഞ്ചായത്തുകളിൽ BJP അധികാരത്തിലെത്തി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 90 ഇടങ്ങളും LDF സാരഥി നയിക്കും. 61 ബ്ലോക്കുകളാണ് UDF നേടിയത്. 86 മുനിസിപ്പാലിറ്റിയിൽ 44 ഇടത്തും LDF അധികാരത്തിലെത്തി. 41 മുനിസിപ്പാലിറ്റികൾ UDF നേതൃത്വം നൽകും. ജില്ലാ പഞ്ചായത്തുകളിൽ 7 വീതം നേടി LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലാ പഞ്ചായത്തുകളാണ് LDF-നൊപ്പമുള്ളത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് UDF അധികാരത്തിലേറിയത്. ന്യൂസ് ഡെസ്ക്. വളപട്ടണത്ത് A ഗ്രൂപ്പിനെതിരെ സുധാകരന്റെ പ്രതികാര നടപടി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി വസന്തിയെ സുധാകരൻ ഇടപെട്ട് മാറ്റി. കണ്ണൂരിലെ പരാജയത്തിനുള്ള സുധാകരന്റെ പ്രതികാരമായാണ് തന്നെ മാറ്റിയതെന്ന് വസന്ത പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസ് വിമതൻ PK രാഗേഷിന്റെ പിതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ ചുവന്ന പെയിന്റടിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ആവശ്യപ്പെട്ടു. PK രാഗേഷ് വിഷയം മേയർ സ്ഥാന നഷ്ടത്തിലേക്ക് നയിച്ചതോടെ കോൺഗ്രസിനേറ്റ തിരിച്ചടി രാഗേഷിലൂടെയാണെന്ന് പറഞ്ഞ് I ഗ്രൂപ്പ് രക്ഷപ്പെടാനൊരുങ്ങുമ്പോൾ കണ്ണൂർ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും K സുധാകരനെതിരെ മുറവിളികൾ വന്നു തുടങ്ങി. വളപട്ടണത്തും പ്രതിധ്വനിച്ചത് ഇതായിരുന്നു. മേയർ സ്ഥാന നഷ്ടത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ച A ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തുക എന്ന പ്രതികാര ബുദ്ധി K സുധാകരൻ പ്രയോഗിച്ചുവെന്ന ആക്ഷേപവുമായി വളപട്ടണത്തെ KP വസന്ത പൊട്ടിത്തെറിച്ചു. ചാനലുകളോട് സംസാരിക്കുന്നതിൽ നിന്നും I ഗ്രൂപ്പ് ഇവരെ പിടിച്ചുമാറ്റുകയായിരുന്നു. 2000 ആദ്യം ഞാൻ ജയിച്ചപ്പോഴാണ് ഇവിടെ കോൺഗ്രസ് ഭരിച്ചത്. ഇപ്പം വീണ്ടും 2015 ഞാൻ കയറുന്നു, കോൺഗ്രസ് ഭരിക്കുന്നു. അങ്ങനെ 2 തവണ കോൺഗ്രസ് കിട്ടുന്നു, പിന്നെയാണ് കിട്ടിയില്ല. അതെ, ഇവർ ചതിച്ചു. ഞാനൊരു ഏക്കാരിയായോണ്ട് ഇവിടെ ധാർഷ്ട്യം, കണ്ണൂരിലെ ധാർഷ്ട്യം വളപട്ടണത്ത് കാണിച്ചു. വോട്ട് അസാധുവാക്കി KP വസന്തയും PK രാഗേഷിന്റെ മാർഗം പിന്തുടർന്നു. ഇതിനിടെ PK രാഗേഷിന്റെ പിതാവും കോൺഗ്രസ് നേതാവുമായിരുന്ന പുതിയാറമ്പത്ത് ഗോവിന്ദന്റെ സ്മാരക സ്തൂപത്തിൽ ചുവന്ന പെയിന്റടിച്ചും കോൺഗ്രസ് പ്രതികാരം തീർത്തു. K സുധാകരന്റെ പയ്യാമ്പലം കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്ന് PK രാഗേഷ് പ്രതികരിച്ചു. K സുധാകരന്റെ മുൻ ഡ്രൈവർ TK നിനിൽ, മാമ്പക്കാരൻ സജേഷ് തുടങ്ങിയവർ അവർ നടത്തിയ ഹീനമായ പ്രവൃത്തിയാണെന്നാണ് ഞാൻ ഇപ്പോഴും ഇത് വിശ്വസിക്കുന്നത്. കണ്ണൂർ ചപ്പാരപ്പടവിൽ കോൺഗ്രസ് വിമതൻ LDF-നൊപ്പം മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDF-ന് ലഭിച്ചു. രാഗേഷിന്റെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള വെല്ലുവിളി മുതലെടുക്കാനുള്ള ശ്രമം I ഗ്രൂപ്പും തുടങ്ങിക്കഴിഞ്ഞു. അണികളെയും ഘടകകക്ഷികളെയും നേതൃത്വത്തിന്റെ നീക്കങ്ങൾ അതൃപ്തിയിലേക്ക് നയിച്ചു കഴിഞ്ഞു. AI ഗ്രൂപ്പുകൾക്കപ്പുറം രാഗേഷിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ജില്ലയിലെ നീക്കങ്ങളും വരും കാലങ്ങളിൽ കോൺഗ്രസിന് ഭീഷണിയാവും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിൽ കോൺഗ്രസ് വിമതൻ PK രാഗേഷിനെതിരെ എടുത്ത നടപടി ശരിയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. CPM നടത്തുന്നത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണെന്നും സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരുടെയും പിറകെ പോകേണ്ട ആവശ്യം കോൺഗ്രസിനില്ലെന്നും VM സുധീരനും പ്രതികരിച്ചു. അതാത് സ്ഥലത്തെ നേതാക്കന്മാർ അവരാലോചിച്ചെടുക്കുന്ന തീരുമാനം അതിന് പൂർണ്ണമായ പിന്തുണ കോൺഗ്രസിൻ്റെതുണ്ടാകും. അതിനകത്ത് യുക്തമായ തീരുമാനം അതാത് തലത്തിലായി എടുക്കുന്നത്. വിമതനുമായി വളരെയേറെ തവണ ചർച്ച നടത്തി, ആശയവിനിമയം നടത്തി. പക്ഷേ യഥാർത്ഥമായ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് അവസാന നിമിഷത്തിലും ഒരു പാർട്ടിക്കും നടപ്പിലാക്കാൻ സാധിക്കാത്ത വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് CPM-നെ പിന്തുണയ്ക്കാനുള്ള ഒരു വഴിയൊരുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്.
ഈ കാര്യത്തിൽ ശ്രീ കെ സുധാകരനെ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സമിതിയിലെ അംഗമായ ശ്രീ സുധാകരൻ വളരെ ന്യായമായ രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പൂർണ്ണമായ സഹകരണമാണ് ആ കമ്മിറ്റിക്ക് നൽകിയത്. കണ്ണൂരിൽ പാർട്ടി എടുത്ത നിലപാട് 100% ശരിയാണ്. പാർട്ടിക്ക് വിമതന്മാരുടെ ഭീഷണിക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. പാർട്ടി എടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ചുമതല. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് കണ്ണൂരിൽ ഉണ്ടായ സംഭവം. പക്ഷെ പാർട്ടി എടുത്ത തീരുമാനം ശരി തന്നെയാണ്. പാർട്ടിക്ക് അങ്ങനെ റിബലായി നിൽക്കുന്ന ആളുകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തീരുമാനമെടുക്കാൻ സാധ്യമല്ല. അവിടെ കണ്ണൂർ DCC ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. മന്ത്രി കെ സി ജോസഫിന്റെ നേതൃത്വത്തിൽ KPCC ഒരു ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതി അന്തിമ നിമിഷം വരെ ചർച്ചകൾ നടത്തിയതാണ്. അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം 100% ശരിയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും. കോഴിക്കോട് ജില്ലയിലെ ഉഞ്ചിയം, ചോറോട് പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ RMP UDF സഖ്യം. ഉഞ്ചിയം പഞ്ചായത്തിൽ UDF പിന്തുണയോടെ RMPക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. ചോറോട് പഞ്ചായത്തിൽ RMP പിന്തുണയിൽ UDFന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കിട്ടി. ഒഞ്ചിയത്ത് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. UDF പിന്തുണയോടെ RMP പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കി. ആകെയുള്ള 17 സീറ്റുകളിൽ CPIMന് 7ഉം RMPക്ക് 6ഉം UDFന് 4ഉം അംഗങ്ങളാണ് ഉള്ളത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസിന്റെയും ജനതാദൾ യുവിന്റെയും അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ മുസ്ലിം ലീഗിന്റെ 2 അംഗങ്ങൾ വോട്ട് നൽകിയതോടെ RMPയിലെ കവിത 8 വോട്ട് നേടി പഞ്ചായത്ത് പ്രസിഡന്റായി. RMP UDFന്റെ B ടീമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞതായി CPIM നേതാവ് VP ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ രഹസ്യമായാണ് UDFുമായി സഖ്യത്തിലേർപ്പെട്ടതെങ്കിൽ ആ സഖ്യം മറന്നേക്കി പരസ്യമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIMനെതിരായി എല്ലാ കുൽസിർ പ്രവൃത്തിയും നടത്തിയിട്ടുള്ള RMP ഇപ്പോൾ പരസ്യമായി UDFുമായി ബന്ധത്തിലേർപ്പെട്ടുകൊണ്ട് UDFന്റെ ഘടകകക്ഷിയായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉഞ്ചിയത്ത് കാണാൻ കഴിയുന്നത്. എന്നാൽ UDF പിന്തുണ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ RMP നേതൃത്വം തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് കവിത: ഞങ്ങൾ ഇതുവരെ ആരുടെയും UDFന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. ഇടതുപക്ഷം മുഖ്യധാര CPM പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിന്റെ B ടീമാണ്, കോൺഗ്രസിന്റെ കൂടെയാണെന്നൊക്കെ. ഇതൊന്നും ഒരു പുതുമയില്ല. മനസാക്ഷിക്കനുസരിച്ചാണ് തങ്ങൾ RMPക്ക് വോട്ട് നൽകിയതെന്നായിരുന്നു ലീഗ് അംഗങ്ങളുടെ വിശദീകരണം. ഒഞ്ചിയത്തെ സഹായത്തിന് പ്രത്യുപകാരമായി ചോറോട് പഞ്ചായത്തിൽ RMP UDFന് വോട്ട് നൽകി. LDFും UDFും 9 സീറ്റുകളോടെ സമാസമം നിന്ന ചോറോട് പഞ്ചായത്തിൽ RMPയുടെ 2 വോട്ടുകൾ ലഭിച്ചതോടെ UDFിലെ KK നളിനി പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കനത്ത സുരക്ഷയുടെ നടുവിലായിരുന്നു ഒഞ്ചിയത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. RMP ഇരു മുന്നണികൾക്കും ബദലാണ് എന്ന നേതൃത്വത്തിന്റെ അവകാശവാദം പൊള്ളയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ വ്യക്തമാകുന്നത്. RMP UDF ബന്ധം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് ഏറെ വേർക്കേണ്ടി വരും. ഒഞ്ചിയത്ത് നിന്നും ക്യാമറമാൻ ജിബേഷിനൊപ്പം PV കുട്ടൻ.